ഹായ് ഓൾ, ഞങ്ങളെല്ലാവരും കൂടി ക്രിസ്മസ് രാവിലെ തൃശ്ശൂരിലേക്കുള്ള യാത്രയിലാണ്. തൃശ്ശൂരിൻ്റെ കാര്യം പറയണ്ടല്ലോ. പാടങ്ങളും കൃഷിസ്ഥലങ്ങളും വാഴത്തോപ്പുകളും ഒക്കെയായി തൃശ്ശൂർ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. വീടുകളും ഒക്കെ അതിമനോഹരം തന്നെയാണ്. ആ വീട് നോക്കിയേ, കടലാസ് ചെടിയാണ് വീടിൻ്റെ മുകളിൽ ഫുള്ളും. ഞങ്ങൾ ഇന്നിപ്പോൾ പോകുന്നത് സാമ്പാളൂർ പിലിഗ്രിം സെൻറ്ററിൻ്റെ അടുത്തായിട്ടാണ്. എവിടേക്കാ വന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ഇച്ചായത്തിൻ്റെ വീട്ടിൽ. ഞങ്ങളെയും കാത്ത് അവർ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അച്ചമ്മ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളിപ്പോൾ വന്നിട്ട് കുറച്ച് നാളുകളായി. സിറ്റൗട്ടിൻ്റെ അവിടെ പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വീരു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വീരുവിന് ഇവിടെ സ്വന്തം വീട് പോലാണ്. അച്ചമ്മയ്ക്ക് അധിക ദൂരമായിരുന്നു യാത്രയായിരുന്നു പറ്റത്തില്ല. അച്ചമ്മ റെസ്റ്റ് എടുക്കുന്നതിനിടയിൽ ഇച്ചായത്തിക്കും കിട്ടിയ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേ ബട്ടൺ ഓരോന്നായിട്ട് അച്ചമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും ഇച്ചായൻ അവിടെ ചക്ക വെട്ടി തുടങ്ങി, അതും പഴുത്താക്കാം. ഞാനൊരു ചക്ക കൊതിച്ചാ. ഞാൻ ഇച്ചായത്തിനൊരു ഡ്രസ്സൊക്കെ സംഘടിപ്പിച്ച് ചക്ക വെട്ടാനെ ഞാനും കൂടെ കൂടി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് അച്ചമ്മയും വന്ന് അടുക്കളയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതിവിടെ തന്നെ ഉണ്ടായ ഹൈബ്രിഡ് ചക്കയാണ്. നല്ല ഓറഞ്ച് ചുളയ്ക്ക് നല്ല മധുരവുമാണ്. ഇച്ചായത്തെ അപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നതിന് തിരക്കില്ല. ഇനി ചിക്കൻ കറി കൂടെ ഉള്ളു ഉണ്ടാക്കാൻ. 1:30 ആയപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ച്. ഇത് നമ്മുടെ മമ്മിയാണ്. മമ്മിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ടെക്നോ മോമാണ് മമ്മിയുടെ യൂട്യൂബ് ചാനൽ. ഇവൻ ഇൻസ്റ്റ ഇൻഫ്ലുവൻസറാണ്. അവൻ്റെത് ടെക്നോ ഫിക്സ് ആണ്. ഈ വിഭവങ്ങളൊക്കെ ഇച്ചായത്തി അത് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതാണ്. എന്തൊക്കെ ഉണ്ടായെന്ന് അറിയാവോ? ചക്കക്കൂരും തക്കാളി ഇട്ടൊരു തേങ്ങ അരച്ചൊരു കറി, കരൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചത്, ബീഫ് വിന്താലോ, മീൻ കറി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, എല്ലാ ഭക്ഷണവും ഒന്നിനൊന്ന് വെച്ചമായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മമ്മി യാത്ര പറഞ്ഞിറങ്ങി. ഞങ്ങളും കുറച്ച് നേരം സിറ്റൗട്ടിൽ റോണോനെ കളിപ്പിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. സന്ധ്യയായി. ഇച്ചാൻ്റെ ലൈറ്റ് സെറ്റൊക്കെ ഉണ്ട്. ഞങ്ങളും ഇറങ്ങുകയാണ്. ഇനി വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി.